അതെ, നിങ്ങൾ അറിഞ്ഞായിരുന്നോ ഖസാക്കിസ്ഥാനിൽ ഒരു നഴ്സിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും BSc നഴ്സിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി. അത് മാത്രമല്ല, പഠിച്ചിറങ്ങിയാൽ ഉടനെ തന്നെ നമുക്ക് നല്ലൊരു ജോലിയും സ്വന്തമാക്കാം. അല്ല, ഇതൊക്കെ ഉള്ളത് തന്നെയാണോ എന്നൊന്ന് അറിയണമല്ലോ. അപ്പൊ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. നിങ്ങളും കൂടെ വായോ. പോകുന്ന കൂട്ടത്തില് ബോറടിക്കാതിരിക്കാൻ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർത്തത്. നമ്മുടെ കൂട്ടത്തില് +2 കഴിഞ്ഞവരുണ്ടല്ലോ, അതും ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും BSc നഴ്സിംഗ് എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ. അവർക്കാണെങ്കിൽ ഈ കോഴ്സിനെ കുറിച്ചും യൂണിവേഴ്സിറ്റിയെ കുറിച്ചും ഒക്കെ അറിയാൻ ആഗ്രഹവും ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കൂടെ അയച്ചു കൊടുത്തേക്കണേ, ചിലപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ. അങ്ങനെ അവസാനം നമ്മൾ ഖസാക്കിസ്ഥാനിലെത്തി. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് വിട്ടാലോ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. വെറും യൂണിവേഴ്സിറ്റി അല്ല, സെമി മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇവരാണ് നമ്മൾ പറഞ്ഞ BSc നഴ്സിംഗ് കോഴ്സ് പഠിപ്പിക്കുന്നവർ. അതും 4 വർഷമാണ് കേട്ടോ ഈ കോഴ്സിന്റെ കാലയളവ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ കോഴ്സിന്റെ കൂടെ തന്നെ സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ലാംഗ്വേജ് ട്രെയിനിങ് നൽകുന്നുണ്ട്. അത് 3 ഭാഷകളിൽ: റഷ്യൻ, ഇംഗ്ലീഷ്, ജർമ്മൻ. ഈ ഭാഷകളുടെ ട്രെയിനിങ് പഠിച്ച് പാസ്സായാലോ വേഗത്തിൽ ജോലി ലഭിക്കുകയും ചെയ്യും. ഇവരാണെങ്കിൽ ലാംഗ്വേജ് ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ജർമ്മൻ പഠിച്ച് പാസ്സാകുന്ന കുട്ടികൾക്ക് ഓസ്ട്രിയ, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും, അതുപോലെ റഷ്യൻ പഠിച്ച് പാസ്സാകുന്ന കുട്ടികൾക്കാണെങ്കിൽ റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലും, ഇനി ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോലുള്ള രാജ്യങ്ങളിലും ജോലിക്കായി അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങളുടെ പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ ടെൻഷൻ ആവണ്ട. അതിനായി നിങ്ങളെ സഹായിക്കാൻ നമ്മുടെ യൂണിവേഴ്സിറ്റി അതിനുവേണ്ടി ഒരു ടീം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരാണ് ഇന്റർനാഷണൽ അഡ്മിഷൻ വിങ്. ഇനി നമ്മൾ പോകുന്ന എങ്ങോട്ടാണെന്നറിയാവോ? നിങ്ങൾക്ക് ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി കാണണ്ടേ? അപ്പൊ നമുക്ക് അവിടെ വരെ നോക്കിയിട്ട് വരാം. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഇന്റർനാഷണൽ സ്റ്റുഡൻസിനായിട്ട് ഒരുക്കിയിരിക്കുന്ന ഹോസ്റ്റൽ. ഇവിടെ കൂടുതലും, അതായത് ഒരു 90% പേരും നമുക്ക് ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ തന്നെയാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. ഈ കൂട്ടത്തിൽ മലയാളികളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുഡ് കിട്ടില്ലേ എന്നൊരു ഡൗട്ടും വേണ്ട, അത് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ഇവരുടെ കിച്ചണിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അവർ കുക്ക് ചെയ്യുന്നതൊക്കെ. അത് കഴിഞ്ഞ് നിങ്ങൾ കാണുന്നതാണ് ഡൈനിങ് ഏരിയ. ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ഡൈനിങ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ലോണ്ടറി ഏരിയയിലോട്ടാണ്. ഇവിടെ ആണെങ്കിലോ, ഈ നിൽക്കുന്ന സ്റ്റാഫിന്റെ കയ്യിലെ ഡ്രസ്സ് കൊടുത്താൽ മാത്രം മതി, അവർ കഴുകി അയൺ ചെയ്ത് നമ്മുടെ കയ്യിലോട്ട് തിരിച്ചു വരും. ഇനി സ്വന്തമായിട്ട് വാഷ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ആകാട്ടോ. ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറയണ്ടേ, നിങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണ്ടേ? അതാണ് ഇനി പറഞ്ഞു വരുന്നത്. നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് 1 കിലോമീറ്റർ നടന്നാൽ യൂണിവേഴ്സിറ്റി ആയി. നടന്നു പോകാനാണെങ്കിൽ ഒരു 15 മിനിറ്റ് മാക്സിമം അത്രേ എടുക്കൂ. ഇനി ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം അത് അവരുടെ ഫീസ് സ്ട്രക്ചർ ആണ്. ഒരു വർഷത്തേക്ക് $2500 മാത്രമാണ് ഒരു കുട്ടിയിൽ നിന്ന് അവർ ഫീസ് ആയിട്ട് വാങ്ങുന്നത്. അപ്പൊ എങ്ങനാ, ഒരു കൈ നോക്കുമല്ലേ? അയ്യോ പോവല്ലേ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി. അത് പറയാതെ എങ്ങനെ നിർത്തുന്നേ? ഇത് പേരൻസിന് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. നിങ്ങൾ മക്കളെ കാണാനും സംസാരിക്കാനും ഒക്കെ ആഗ്രഹം തോന്നുവാണെങ്കിൽ പെട്ടെന്ന് പോയി വരാവുന്ന ദൂരത്തേക്കല്ല അവരെ വിടുന്നത്. ഖസാക്കിസ്ഥാൻ ആണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾക്ക് ഫ്രീ വിസ കൂടി കൊടുക്കുന്നുണ്ട്. കൂടിപ്പോയാൽ 10-12 മണിക്കൂർ യാത്രയുണ്ടാകും. പിന്നെ 14 ദിവസം അവിടെ നിൽക്കുകയും ചെയ്യാം. ഇതിൽ കൂടുതൽ എന്ത് വേണം ഇനി? നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ചോ യൂണിവേഴ്സിറ്റിയെ കുറിച്ചോ കൂടുതൽ എന്തെങ്കിലും അറിയാനോ ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇനി കിട്ടിയെന്ന് വരില്ല. അപ്പോൾ വേഗം ആയിക്കോട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.